മഴയായിരുന്നിട്ട് വീട്ടിലിരുന്നിട്ട് ബോറടിച്ചിട്ട് വെളിയിലോട്ട് ചാടിയതാണ് കേട്ടോ. നേരെ കൊച്ചുകടയിലേക്കാണ് വല്ലതും വാങ്ങാമെന്ന് കരുതി. കാരണം രാവിലെ ഒരു 11 മണി കഴിയുമ്പോഴത്തേന് മീനൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഇടയ്ക്ക് മഴ പെയ്തു. അപ്പോൾ മോനെ കോട്ടൊക്കെ ഇടിപ്പിച്ച് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. കാരണം നമ്മൾ നനഞ്ഞാൽ അവൻ നനയാൻ പാടില്ലല്ലോ. അവൻ എന്തായാലും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇടയ്ക്ക് ഇരുന്ന് വരുന്ന സുഖം ഒന്ന് വേറെയാണ് കേട്ടോ. അവൻ എവിടെ പോയാലും ഇപ്പോൾ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ റോഡിലൊന്നും വലിയ ആൾക്കാരൊന്നുമില്ല. കാരണം മഴയായിട്ട് ഒരു മനുഷ്യൻ വെളി ഇറങ്ങുന്നില്ല കേട്ടോ. ഒരു 10-20 ദിവസമായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. ആർക്കും ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ പോലും ഞെട്ടിപ്പോയി. ഇതാ ബൈക്കിൽ തെങ്ങ് കയറാനുള്ള ഉപകരണങ്ങളൊക്കെ വെച്ച് കിട്ടി ഒരു ബംഗാളി പാഞ്ഞു പോകുന്നു. ഇവനൊന്നും മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ. അങ്ങനെ കൊച്ചുകടയിൽ എത്തിയപ്പോൾ ഒരു കണ്ടൻസാർ നേരെ മീനൊക്കെ ഏതാന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവൻ ഇവിടുത്തെ സെക്യൂരിറ്റിയും കൂടെയാണ് കേട്ടോ. ഒന്നും അറ്റാക്ക് ചെയ്ത് എടുക്കുകയൊന്നുമില്ല. അവർ കൊടുക്കുന്ന വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് പോവുകയാണ് പതിവ്. ഇവിടെ മീൻകാരെല്ലാം എത്തിച്ചേരണമെങ്കിൽ ഏകദേശം 12 മണി കഴിയും കേട്ടോ. അങ്ങനെ എല്ലാ മീനും വരട്ടെ എന്ന് കരുതി കൊച്ചുകടയിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇതിനു മുമ്പേ കൊച്ചുകടയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ മോശമായ അവസ്ഥയായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം നല്ല രീതിക്കായിട്ടുണ്ട്. ഇന്റർലോക്കൊക്കെ ഇട്ട് നമ്മുടെ കാലിലൊന്നും ചെളി പറ്റാത്ത രീതിയിൽ നല്ല ഹൈജീനിക്കൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കൊക്കെ വന്ന് നിന്ന് മീൻ വാങ്ങാനും എല്ലാം നല്ല സൗകര്യമാണ്. ഈ വലിയ ചൂര നല്ല കരമടിക്ക് കിട്ടിയ ചൂരയാണ്. അപ്പോൾ ഇതിന് 500 രൂപയാണ് ചോദിക്കുന്നത്. 500 രൂപയ്ക്ക് എന്തായാലും നഷ്ടമൊന്നുമില്ല. നല്ല അടിപൊളി ചൂരയാണ്. ഇത് അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇത് കലവയെന്ന് പറയുന്ന മീനാണ്. നല്ല അടിപൊളി മീനാണ്. അപ്പോൾ ഇതിൻ്റെ മുള്ളും തലയുമാണ് ഈ ചേച്ചി വെച്ചിരിക്കുന്നത്. 200 രൂപയാണ് ഒരു പങ്കിന്. ഇങ്ങനത്തെ മീനൊക്കെ നമ്മുടെ കൊച്ചുകടയിൽ മാത്രമേ വളരെ ഫ്രഷോടുകൂടി കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. ഞാനും ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെട്ടിയൊക്കെ എടുത്ത് കറി വെക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത് വാങ്ങുന്നത്. എന്നും ചാളയും അയലയും ചൂരയും കൂട്ടി മടുത്തു. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്നാണ് ആദ്യമേ കയറി എല്ലാ മീൻകാരുടെ സൈഡിലും പോയി നോക്കുന്നത്. എല്ലാ തരത്തിലുള്ള മീനുകളും ഓരോ ദിവസം വാങ്ങാറുണ്ട്. എല്ലാ മീനുകളും കൂട്ടി സത്യം പറഞ്ഞാൽ മടുത്തു. അപ്പോൾ ഏതെങ്കിലും വെറൈറ്റി തേടിയാണ് ഈ യാത്ര. അങ്ങനെ നോക്കി ഞണ്ടിനെ കണ്ടു. അങ്ങനെ അവസാനം ഞണ്ട് വാങ്ങാമെന്ന തീരുമാനത്തിൽ. മോനാണെങ്കിൽ ഞണ്ട് കണ്ടാൽ അവൻ മാറത്തുമില്ല. ഞണ്ടും കൊഞ്ചും അവൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ ഞണ്ട് വാങ്ങിച്ചു. 200 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടും എൻ്റെ മകനത് തികഞ്ഞിട്ടില്ല. അവൻ വീണ്ടും ചോദിക്കുകയാണ്, ഒരു ഞണ്ടൂടെ തരുമോ എന്ന്. അങ്ങനെ അവർ ലാസ്റ്റ് ഗതി കെട്ട് ഒരു ഞണ്ടൂടെ അവൻ്റെ കവറിൽ ഇട്ട് കൊടുത്തു. ഞണ്ടും കൊഞ്ചും ഉണ്ടെങ്കിൽ സ്വമേധയാവൻ ചോറ് കഴിക്കും. നമ്മൾ നിർബന്ധിക്കുകയൊന്നും വേണ്ട. അങ്ങനെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി എല്ലാ മീനുകളും വന്നു കേട്ടോ. എല്ലാവരും മീൻ വാങ്ങുന്ന തിരക്കിലാണ്. കൊച്ചുകട അത്യാവശ്യം നല്ല തിരക്കുമായി. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത രീതിയിൽ തിരക്കാവും. അതാണ് ഈ 12 മുതൽ 12:30 വരെയുള്ള സമയത്ത് എല്ലാവരും മീൻ വാങ്ങുന്ന സമയമാണ്. ഒരുപാട് ഐറ്റം മീനുകളും എത്തിച്ചേരും. ഞണ്ട് വാങ്ങിയാൽ ഗ്രേവി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും വേണ്ടേ നമുക്കും. അതുകൊണ്ട് ചെറിയൊരു നെമ്മീൻ ചൂരയുടെ പീസ് വാങ്ങി. ഇവരുടെ കട്ടിങ് ഒന്നും രക്ഷയില്ല കേട്ടോ. ചറവറായാണ് പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇപ്പം ദിവസം തോറും വില കയറുന്ന ഐറ്റം ചിപ്പിയും സ്വർണവുമാണ് കേട്ടോ. ചിപ്പിക്ക് ആദ്യം 12 രൂപയുള്ള ഇപ്പം കണ്ണടച്ച പോലുള്ള വിലയായി 20 രൂപയായി. ഇത്രയും ചിപ്പിക്ക് വില കയറാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൈലബിലിറ്റി ആണോ? അത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പല സ്ഥലത്തും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ആൾക്കാർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇത്രയും കിട്ടിയിട്ടും എന്തിനാണ് ഇത്രയും വില എന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നില്ല. വില കൂടാനുള്ള കാരണം എനിക്ക് തോന്നുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ബാർഗെയിൻ ചെയ്യാതെ ചോദിക്കുന്ന വിലയെടുത്ത് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടുകാരും അതിനകത്ത് പെട്ടുപോവുകയാണ്. പിന്നെ കൊച്ചിയുടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ വന്നൊരു ചായ കുടിക്കാതെ ഞങ്ങൾ പോയില്ല കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ രാജൻചേട്ടൻ്റെ കടയിലോട്ട് വന്നു. ഉച്ചയ്ക്ക് ഇത്രയും ചൂടോടുകൂടി പലഹാരങ്ങൾ കിട്ടുന്ന കട ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഉള്ളിവട കിടന്ന ചൂടെണ്ണയിൽ തിളച്ച് മറിയുകയാണ്. മഴയത്ത് ഈ ചൂട് ചായയും പലഹാരങ്ങളും ഒക്കെ കഴിക്കുന്ന വൈബ് വേറെ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ എവിടുന്നേലൊക്കെ യാത്ര കഴിഞ്ഞൊക്കെ വന്നാലും ശരി, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാലും ശരി, ഒരു കട്ടൻ ചായയൊക്കെ ഒരു ചൂട് കട്ടൻ ചായയൊക്കെ കുടിക്കുന്ന പ്രത്യേക ഒരു ഫീലാണ്. അങ്ങനെ ഇന്നത്തെ കൊച്ചുകട യാത്ര ഈ വീഡിയോ ഇവിടെ വെച്ച് തീർക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.